ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പൊ നമ്മൾ കോളിഫ്ലവർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. ഇപ്പോൾ ചില കോളിഫ്ലവർ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ ചെറിയ ഒരു ഗ്രീൻ കളറോ അല്ലെ ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഫംഗസ് പോലെ പൂപ്പല് പോലെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കണ്ടാൽ അത് ഫ്രഷ് അല്ല. അത് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഫുഡ് വെച്ച് കഴിഞ്ഞാലും ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പൊ അത് കൊള്ളാത്തതാണ്. അപ്പം മാക്സിമം നല്ല വൈറ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് ആ ഫംഗസ് ഒന്നും ഇല്ലാത്തത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. വലിയ പീസാണെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും, കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ മാക്സിമം ചെറുത് ഒരു ഏകദേശം അളവ് മനസ്സിലായല്ലോ, ഈ ഒരു പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ കോളിഫ്ലവർ ഒരു 2-3 മിനിറ്റ്സ് വെള്ളത്തിൽ നല്ലപോലെ ഇട്ട് തിളപ്പിക്കണം. വെള്ളം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഈ 2-3 മിനിറ്റ്സ് ഇതും കൂടെ എന്നിട്ട് കുക്ക് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇപ്പം വരുന്ന പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ കെമിക്കൽസ് വരുന്ന ഒന്നാണ് കോളിഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും കുറെ കെമിക്കൽസ് ഒക്കെ പോയി കിട്ടും എന്നാ പറയുന്നത്, എനിക്കറിയില്ല. എന്നാലും നമ്മളങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ കോളിഫ്ലവറിൽ കുറച്ച് വെന്തും കൂടെ കിട്ടും. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പൊ നമ്മള് കോളിഫ്ലവർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കൊരു ബാറ്ററിൽ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിന്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദ വേണം, കോൺഫ്ലവർ വേണം, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി അതിന്റെ ബാറ്റർ എങ്ങനെയാണെന്ന് നമുക്ക് തയ്യാറാക്കാം. ഈ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും അറ്റ് എ ടൈം എല്ലാം കൂടി ഒഴിക്കില്ല. ഇത് മാവെല്ലാം കൂടെ കട്ട പിടിച്ച് കിടക്കും. ഇപ്പൊ കുറച്ച് വീതം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ തരിതരിയെല്ലാം മാറ്റി നല്ല നൈസായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ചിലര് ഈ ടൈമില് കളർ ചേർക്കാറുണ്ട്, ആർട്ടിഫിഷ്യൽ കളർ. എന്നാലേ റെസ്റ്റോറന്റ് സ്റ്റൈൽ ആ ഒരു കാണാൻ ഒരു ഗുമ്മൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ ഇവിടെ കളറൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമാണ് ഞാൻ മുളക് പൊടി ചേർത്തേക്കുന്നത്. അപ്പൊ മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ വരും. പിന്നെ ലാസ്റ്റ് സോസ് ഒക്കെ ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു കളർ വന്നോളും. ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് കളറൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, അപ്പോ നല്ലപോലെ നമ്മുടെ എന്താ പറയാ മൈദ, കോൺഫ്ലവർ, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്. നമ്മുടെ ദോശമാവിന്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് റെഡിയാക്കാനായിട്ട്. ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിക്കണേ. ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. മൈദന്റെ കറക്റ്റ് ഹാഫ് കോൺഫ്ലവർ എടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒരു 2 ചെറിയ ടീസ്പൂൺ, 2 ഫുള്ളില്ല 1-1.5 എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 1/2 ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഏകദേശം വരണം. അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ച് ഒരു കുറച്ച് ഉപ്പിട്ടാളെ. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് കോളിഫ്ലവർ അതിൽ മുക്കി ഫ്രൈ ചെയ്യല്ലേ, ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യല്ലേ ചെയ്യുന്ന. ആ സമയത്ത് കോളിഫ്ലവറിന്റെ ഉള്ളില് ഉപ്പ് പിടിക്കാനായിട്ട് ചാൻസ് കുറവാ. അപ്പോ നമ്മൾ ആദ്യം ഈ തിളപ്പിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി പോരുത്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. അതിന്റെ അകത്ത് കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും കോളിഫ്ലവറിലും ആ ഒരു ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ കോളിഫ്ലവർ വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുക ഉപ്പിട്ടിട്ട്. അപ്പൊ അത് തിളച്ചിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇത് നിർത്തിയിട്ട് ഇനി ഇത് വെള്ളം, ഈ ചൂടുവെള്ളം കളഞ്ഞിട്ട് ഒന്ന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഇതിങ്ങനെ ഒന്ന് ഏകദേശം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. ഈ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും മാറ്റി വെക്കുക. ഒരു അരിപ്പയില എടുത്തിട്ട് ഇത് വെള്ളം ഫുള്ള് കളഞ്ഞ് മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ മാവില് വേവിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതാ മുക്കി വെച്ചിരിക്കുന്നതാണിത്. ഇത് നമ്മളിനി എണ്ണ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇടാൻ പോവാണേ ഫ്രൈ ചെയ്യാനായിട്ട്. കയ്യിലൊന്നും വീഴുന്ന നമ്മുടെ കോളിഫ്ലവർ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. അടുത്ത് നമുക്കിനി ഫൈനൽ ലാസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാൻ ചൂടാക്കുക, എണ്ണ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ്, പച്ചമുളക് എരിവിനനുസരിച്ച് അതിൻ്റെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2 പിടി സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. എന്തോന്ന് ഞാനിതിൽ സവാള ചേർക്കുന്നില്ല. സവാള വേണം എന്നുള്ളവർക്ക് ഒരു ചെറിയ സവാളയും കൂടെ ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ പകരം സവാള മാത്രം ഇട്ടാലും മതി. ഞാനിപ്പോൾ സവാള ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വഴരാനായിട്ടും. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ചേർത്ത് ഒരു ചെറിയൊരു സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കുക. ഒരു ഫുള്ള് ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും കൂടെ ആഡ് ചെയ്യുക. ക്യാപ്സിക്കം ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യമേ തന്നെ ആയിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരുപാടങ്ങ് വഴന്ന് പോകും നല്ലപോലെ. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും എല്ലാം ഏകദേശം നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോസ് ഒഴിക്കുകയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഈ ഗോബി മഞ്ചൂരിയന്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും ആണ്. അപ്പൊ അത് രണ്ടിന്റെയും ടേസ്റ്റ് ആണ് മുന്നിൽ വരേണ്ടത്. അപ്പോൾ നല്ലപോലെ ഗ്രേവി വേണം, കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ സോയാ സോസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം അധികം ഗ്രേവി അല്ല, ഞങ്ങൾ ജസ്റ്റ് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലിപ്പോൾ ഒരു ശകലം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എങ്ങനെ ആവും എന്നുള്ളത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.